നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. മലമ്പുഴ ഡാമിൻ്റെ റിസർവോയറിൽ കന്നുകാലികളെ മേയ്ക്കുക, വസ്ത്രം കഴുകുക, മലമൂത്ര വിസർജനം നടത്തുക തുടങ്ങിയ യാതൊരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കെ ഈ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പോത്തുകുട്ടന്മാർ ഇവിടെ മേയുന്നത്. ദിവസങ്ങളോളം ഈ പോത്തുകുട്ടന്മാർ ഇവിടെ മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ചാണകം, മൂത്രം മാത്രമല്ല, ഇവർ വെള്ളത്തിൽ കിടന്ന് കുളിക്കുന്നതുവരെ മലിനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും ഉള്ള ശുദ്ധജല വിതരണം ഈ ഡാമിൻ്റെ വെള്ളം ശുദ്ധീകരിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കുളിക്കരുത്, അലക്കരുത്, കന്നുകാലികളെ മേയ്ക്കരുത്, മലമൂത്ര വിസർജനം ചെയ്യരുത് എന്നൊക്കെ നിയമം വച്ചിട്ടുള്ളത്. എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരം നടപടികൾ ഇവിടെ നടക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇതിനൊരു നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ല എന്ന പരാതിയും നാട്ടുകാർക്കുണ്ട്. നാട്ടുകാർ ഈ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പരാതി പറയുന്നത്. ഈ വെള്ളമല്ലേ ജനങ്ങൾ കുടിക്കുന്നത്? എത്ര ശുദ്ധീകരിച്ചാലും ഒരുപക്ഷേ മാടുകളുടെ ശരീരത്തിൽ നിന്നുള്ള അണുക്കളും മറ്റും പോകില്ല എന്നും പറയപ്പെടുന്നുണ്ട്. അതിലെത്ര വാസ്തവമുണ്ട് എന്നറിയില്ല. എങ്കിലും ശക്തമായ നടപടി എടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. മാടുകൾ മാത്രമല്ല ഇവിടെ മേയുന്നത്. ചെറുപ്പക്കാരായ യുവതിയുവാക്കൾ ഇവിടെ വന്ന് അവരുടെ സ്വൈരവികാരങ്ങളും കാമക്കേളികളും ഇവിടെ നടക്കുന്നുണ്ട്. അവരും ഇവിടെ തന്നെയാണ് മലമൂത്ര വിസർജനം നടത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. നടപടി ആവശ്യമാണ്. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ.